സി.ജെ. റോയിയുടെ മരണത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ ബിസിനസ്സിൽ പ്രാഗൽഭ്യം തെളിയിച്ചുകൊണ്ട് ഒരു വലിയ സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുത്ത ഒരു വ്യക്തി ഒരു ഇൻകം ടാക്സ് റെയ്ഡിൻ്റെ പേരിൽ ആത്മഹത്യയിൽ എത്തിക്കപ്പെടുന്നു എന്നുള്ളത് വളരെ വേദനാജനകമായ കാര്യമാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും ഒളിക്കാനുണ്ടായിരുന്നതോ ആവോ. കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഡയറക്ടറായ ടി എ ജോസഫിനെ ഇൻകം ടാക്സ് ചോദ്യം ചെയ്തിരുന്നു. ചില രേഖകൾ പിടിച്ചെടുത്തു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഓഫീസിലുള്ള ചില ലോക്കറുകൾ മുദ്രവെച്ചു, സീൽ ചെയ്തു. എന്നിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇൻകം ടാക്സിന്റെ ബാംഗ്ലൂരിൽ നടന്ന ഈ റെയ്ഡിന് ഇൻകം ടാക്സിന്റെ ബാംഗ്ലൂരിലെ ഓഫീസർമാരെ അല്ല നിയോഗിച്ചത്. കാരണം ബാംഗ്ലൂരിലെ ഓഫീസർമാർക്ക് ഒരുപക്ഷെ റോയിയായിട്ട് ബന്ധമുണ്ടെങ്കിൽ ചില വിവരങ്ങൾ ചോർന്നു പോകുമോ എന്നുള്ള സംശയം കൊണ്ട് ഇൻകം ടാക്സിന്റെ കേരളത്തിലുള്ള അഡീഷണൽ കമ്മീഷണറായ കൃഷ്ണപ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ റെയ്ഡിന് പോയത്. മനസ്സിലായോ? ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കണം. അങ്ങനെ അവർ ദുബായിൽ നിന്ന് റോയിയെ വിളിച്ചു വരുത്തുകയാണ്. എന്തിനാണെന്നറിയാമോ? ഈ ലോക്കർ തുറക്കാൻ, മുദ്ര വെച്ചിരിക്കുന്ന ലോക്കർ തുറക്കാൻ വേണ്ടിയിട്ട് റോയിയെ വിളിച്ചു വരുത്തുന്നു. ഏതാണ്ട് വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ 12 മണിക്കാണ് ഇൻകം ടാക്സിന്റെ സംഘം റോയിയുടെ ഓഫീസിലെത്തുന്നത്. 2 മണിക്ക് റോയി അവിടെയുണ്ട്. റോയി ഓഫീസിലൂടെ നടക്കുന്നു. 2:03 ചില രേഖകളിൽ ഒപ്പിടാൻ ഇൻകം ടാക്സിന്റെ ഓഫീസർമാർ റോയിയോട് ആവശ്യപ്പെടുന്നു. 2 മണി 3 മിനിറ്റ്. 3 മണിയായപ്പോൾ റോയി പെട്ടെന്ന് പറയുന്നു, എനിക്കെൻ്റെ ക്യാബിനിലേക്ക് പോകണം. അതിന് തൊട്ട് മുമ്പ് റോയിയോട് ആവശ്യപ്പെട്ടത് എന്താണ്? ക്യാബിനിലേക്ക് പോകാൻ റോയി തയ്യാറാവുന്നത് എന്തുകൊണ്ടാണ്? ചില രേഖകൾ എടുത്തു തരാമെന്ന് പറയാൻ, അല്ലെങ്കിൽ ഈ പറയുന്ന ലോക്കർ തുറക്കാനുള്ള കീ എടുക്കാനാണോ? ഏതായാലും ഇൻകം ടാക്സ് റെയ്ഡ് നടക്കുമ്പോൾ മൊബൈൽ ഉപയോഗിക്കാൻ പറ്റില്ല. ആളുകളുടെ വേറെ സഞ്ചാര സ്വാതന്ത്ര്യം അവിടെ ഇരിക്കേണ്ടി വരും. അപ്പൊ അവരോട് അനുവാദം വാങ്ങിച്ചിട്ട് ക്യാബിനിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ അവർ കൂടി താല്പര്യമുള്ള എന്തോ കാര്യം എടുക്കാൻ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റോയി അങ്ങോട്ട് പോയത്. അപ്പോൾ ഈ ലോക്കർ തുറക്കാൻ ഇപ്പോഴും ലോക്കർ തുറന്നിട്ടില്ല. അങ്ങനെ ഇൻകം ടാക്സിന്റെ അനുമതിയോടെ 3 മണിക്ക് ക്യാബിനിലേക്ക് പോകുന്ന റോയി 3:10 തോക്കെടുത്ത് സ്വന്തം പിസ്റ്റൾ എടുത്ത് വെടിവെക്കുന്നു. ഇതാണ് സംഭവിച്ചത്. മീഡിയയിൽ കാണുന്നതിനപ്പുറം ഒന്നും പറയാൻ സാധിക്കില്ല. എങ്കിലും ഇൻകം ടാക്സ് അവരുടെ ഡ്യൂട്ടി എന്തായാലും കൃത്യമായി ചെയ്യുമെന്നുള്ളത് വാസ്തവം തന്നെയാണ്. റോയ് കോർട്ടിൽ നിന്ന് സ്റ്റേ ഓർഡർ വാങ്ങിയിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇൻകം ടാക്സ് പിന്നീട് റെയ്ഡ് നടത്തുകയും ചെയ്തു. റോയും ഇൻകം ടാക്സും തമ്മിലൊരു മത്സരം നടന്നിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. ലോക്കറിൽ ഉണ്ടായിരുന്ന വിവരങ്ങൾ കിട്ടിയാൽ അറസ്റ്റ് ചെയ്യപ്പെടുമോ എന്ന ഭയം അദ്ദേഹത്തിനുണ്ടായിരിക്കാം. അല്ലെങ്കിൽ അദ്ദേഹം ആരുടെയെങ്കിലും ബിനാമിയായിരുന്നോ? അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞാൽ അതെല്ലാം പുറത്തു വരുമെന്നുള്ള ഭയം അദ്ദേഹത്തെ അലട്ടിയിരുന്നോ ആവോ. മിക്ക ബിസിനസ്സുകാരുടെ പിന്നിലും ഒരു ചതിയുടെ കഥയുണ്ടായിരിക്കും. ചിറ്റലപ്പള്ളിയൊക്കെ അതിന് ഒരു മറുപുറമാണെന്ന് മാത്രം. വെറും ടാക്സ് തട്ടിപ്പ് കൊണ്ട് മാത്രം എന്തുകൊണ്ട് ഫൈൻ അടച്ച് അതിൽ നിന്ന് ഊരിപ്പോരാൻ സാധിക്കുന്നില്ല? കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഗോകുലത്തിൽ നടന്ന റെയ്ഡിൽ അറസ്റ്റ് ഒഴിവാക്കി ഫൈൻ ചെയ്ത് ഗോകുലം ഗോപാലൻ പോരുന്നതായിട്ടാണ് കണ്ടത്. പിന്നെ ഇതിനു മുമ്പ് എത്ര പേർ അറസ്റ്റ് ഭയന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. കിങ്ഫിഷർ എയർലൈൻസ് ഉടമ വിജയ് മല്യ PNBയിൽ നിന്ന് ഒരു വലിയ സംഖ്യ ലോൺ എടുത്ത് അതിന് തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം മറ്റ് രാജ്യങ്ങളിലേക്ക് കടന്നു കളഞ്ഞ് രക്ഷപ്പെടുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. എന്തുകൊണ്ട് റോയ് ഫൈൻ ചെയ്ത് ഇതിൽ നിന്ന് ഊരിപ്പോരാൻ ശ്രമിച്ചില്ല? ഒരു പക്ഷേ ആത്മാഭിമാനം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത സൽപ്പേര് ഈ അറസ്റ്റ് കൊണ്ട് നഷ്ടപ്പെടുമോ എന്നുള്ളത് അദ്ദേഹത്തെ മരണത്തിലേക്ക് എത്തിച്ചിരിക്കാം. മരണത്തിൽ കൊലപാതകമാണോ എന്ന് വരെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. അതൊക്കെ പിന്നീട് അന്വേഷണത്തിൽ മാത്രം അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിടിക്കപ്പെടുമ്പോൾ മാത്രമാണ് പലരുടെയും കാര്യങ്ങൾ ലോകം അറിയുന്നത്. പല നന്മമരങ്ങളും പൊള്ളയാണ് എന്ന് വളരെ വൈകിയാണ് മനസ്സിലാവുന്നത്. ഇവിടെ റോയുടെ കാര്യം എന്താണെന്നുള്ളത് ഇനി നടക്കുന്ന അന്വേഷണങ്ങളിൽ നിന്ന് മാത്രം തിരിച്ചറിയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം മാത്രമാണ്.